വയനാടിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുക മനോഹരമായ പ്രദേശങ്ങളും വന്യമൃഗശല്യവുമൊക്കെയാണ്. നിരന്തരമായി വന്യമൃഗശല്യം ഉണ്ടായിരുന്ന ഒരു എസ്റ്റേറ്റ് ഗ്രാമത്തിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടേഴ്സിന്റെ യാത്ര. ആനയും പുലിയും കടുവയുമെല്ലാം നിരന്തരം ശല്യം ചെയ്തിരുന്ന ആ പ്രദേശത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് സുർജിത്ത് അയ്യപ്പത്ത്. വണക്കം. വന്യമൃഗശല്യം തന്നെയാണല്ലോ. നേരത്തെ വലിയ അളവിൽ വന്യമൃഗശല്യം ഉണ്ടായിരുന്ന, എന്നാൽ ഇപ്പോൾ അതിനൊരു കുറവുള്ള ഒരു പ്രദേശമുണ്ട് കൽപ്പറ്റ നഗരത്തിൽ തന്നെ. കാണാൻ നല്ല ഭംഗിയുള്ള ചെമ്പ്രമല പശ്ചാത്തലം ഒരുക്കുന്ന ഒരു തേയില എസ്റ്റേറ്റാണത്. ആ എസ്റ്റേറ്റിനോട് ചേർന്ന് ഒരു ഗ്രാമവും ഉണ്ട്, ചായക്കടയൊക്കെയുള്ള സുന്ദരമായ ഗ്രാമം. ആ നാട്ടിലേക്കാണ് നമ്മുടെ യാത്ര. പെരുന്തട്ട. വാഴ്വേ 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 என்பதோ വാഴ്വേ. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി ഏറ്റെടുത്ത എലസ്റ്റൻ്റ് എസ്റ്റേറ്റ് ഉണ്ടല്ലോ കൽപ്പറ്റയിലെ, അതിൻ്റെ ഭാഗം തന്നെയാണ് പെരുന്തട്ടയിലെ ഈ ഡിവിഷനും. ചെമ്പ്രമലയാണ് അങ്ങ് കാണുന്നത്. ചെമ്പ്രമല അതിൻ്റെ പശ്ചാത്തല ഭംഗി ഒരുക്കുന്നുണ്ട്. നിരന്തരം ഇവിടെ ഈ ആന, പുലി, കടുവ ഇത്തരം മൃഗങ്ങളുടെ വലിയ ശല്യം ഉണ്ടായിരുന്നൊരു പ്രദേശമാണ്. എപ്പോഴും ഇവിടേക്ക് വരുമ്പോൾ നാട്ടുകാരൊക്കെ പറയാറുള്ളത് ഇവിടെ ഈ കാട് വെട്ടിത്തെളിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ്. ഇപ്പോൾ അതൊക്കെ മാറുന്നുണ്ട്. കാട് വെട്ടിത്തെളിക്കാനുള്ള നടപടി എസ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നുള്ള ആശ്വാസകരമാണ്. എങ്കിലും മൃഗങ്ങളുടെ ശല്യം ഇവിടെ വലിയ തോതിലുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചു കാലമായിട്ടില്ല, നേരത്തെ വലിയ ശല്യമായിരുന്നു. പെരുന്തട്ട ഗ്രാമത്തിലെ സർക്കാർ UP സ്കൂളാണിത്. ഏതാണ്ട് 1-2 മാസം മുമ്പാണ് ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് ആന കയറിയത്. ആന കയറി അവിടുത്തെ കൃഷിയൊക്കെ നശിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയുള്ള വീടുകളിലെ പറമ്പുകളിലെത്തി കൃഷി നശിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വണക്കം. ഇത് ഷമീർക്ക, പെരുന്തട്ടയിലെ നമ്മുടെ സുഹൃത്താണ്. മറ്റൊരാൾ ബെന്നി ലൂയിസ്. അദ്ദേഹം ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ്. എപ്പോഴും ഇവിടുത്തെ വൈൽഡ് ലൈഫ് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ വിളിക്കുന്ന ഒരാളാണ് ഷമീർക്ക. ഷമീർക്കോട് തന്നെ ഈ നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ചോദിച്ചറിയാം. എപ്പോഴും വിളിക്കാറുള്ളതൊക്കെ വന്യമൃഗശല്യ പ്രശ്നങ്ങൾ, പുലി, കടുവ, ആന, ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ്. എന്താണ് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ? നേരത്തെ എന്തായിരുന്നു അവസ്ഥ? ഇവിടുത്തെ ഒരു അനുഭവം എങ്ങനെയാണ്? ജീവിതം എങ്ങനെയാണ്? ജീവിതം വളരെ പ്രയാസപ്പെട്ടിട്ടുള്ള ജീവിതം തന്നെയാണ് ഇവിടെ ജനങ്ങൾ ജീവിക്കുന്നത്. വന്യമൃഗശല്യം എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് പുലിയും കടുവയും ആനയും എല്ലാം ഇറങ്ങി വിരയിക്കുന്ന ഒരു നാടാണിത്. ഇവിടെ ഇപ്പോൾ ഒരു മാസമായിട്ട് വലിയ ശല്യങ്ങൾ കാണുന്നില്ല. ഇപ്പോൾ കാട് വെട്ടുന്ന എനിക്ക് ഇന്നലെ മിനിയാന്ന് ആൾക്കാർ പറയുന്നിട്ട് ഒരു പുലിയും 2 മക്കളെയും കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഞാൻ നിൽക്കുന്ന തൊട്ട് സ്കൂളിന് ഒരു 50 മീറ്റർ വ്യത്യാസത്തിലാണ്. ഈ സ്കൂൾ കോമ്പൗണ്ടിലും പുലി, കടുവ എല്ലാം വന്നിരുന്നു. അതേപോലെ തന്നെ ആന വന്നു ഫുൾ ഇവിടുത്തെ കൃഷിയെല്ലാം നശിപ്പിച്ചു. കുഞ്ഞു മക്കൾ അവർ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു. സ്കൂളിൻ്റെ ഗേറ്റും തകർത്തിട്ടാണ് ആന ഇവിടുന്ന് പോയത്. ശരിക്കും ഈ നാടിൻ്റെ ഒരു സൗന്ദര്യം കാണണമെങ്കിൽ, ഇതിൻ്റെ പഴയ കാലം കാണണമെങ്കിൽ ഇന്ദ്രധനുസ് എന്ന് പറഞ്ഞ നസീറിൻ്റെ സിനിമ ഉണ്ട്. അത് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റും. ഈ ബിൽഡിങ്, അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്, അത് ഏകദേശം നാമാവശേഷമായിട്ടുണ്ട്. പക്ഷേ അത് 1900 തറ കാണുന്നുണ്ട്. 1948 ബിൽഡിങ്ങാണ്. അത് ശരിക്കും രേഖപ്പെടുത്തിയത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പെരുന്തട്ട കാണണമെങ്കിൽ, പഴയ കാലം കാണണമെങ്കിൽ, ശരിക്കും ആ തേയിലത്തോട്ടങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പണിഞ്ഞ തേയിലത്തോട്ടങ്ങളൊക്കെ കാണണമെങ്കിൽ ആ സിനിമ ഒന്ന് യൂട്യൂബിൽ ചെക്ക് ചെയ്താൽ കാണാം. ഇവിടുത്തെ പൊന്തക്കാടൊക്കെ മാറി എസ്റ്റേറ്റ് പഴയ പ്രൗഢിയിലേക്ക് വരണമെന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വന്യമൃഗശല്യം കുറയുന്നൊരവസ്ഥ ഉണ്ടാകും. നിലവിലിപ്പോൾ 1 മാസമായിട്ട് വലിയ പ്രശ്നം പെരുന്തട്ടയിലില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അടുത്ത കാഴ്ച തേടി യാത്ര തുടരുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.